എനിക്ക് മനസ്സിലായി, എന്നിലൂടെ അല്ലാതെ മറ്റു പലരിലൂടെയും ഈ വിഭാഗീയത ഇവിടെ വകറിയിട്ടുണ്ട്. ഞാനതിന് കാരണക്കാരനായിട്ടില്ല. ഞാൻ അതിൽ നിന്ന് മാറി ഒഴിച്ചപ്പോൾ എന്നേക്കാൾ മിടുക്കന്മാരായിട്ടുള്ളവർ ഇവിടെ അഹോരാത്രം പണിയെടുക്കുന്നു നമ്മുടെയൊക്കെ ഈ ഐക്യം തകർക്കാൻ വേണ്ടി. നമ്മളിൽ വിഭാഗീയത ഉണ്ടാകാൻ വേണ്ടി. ഇത് ഞാൻ പറയാൻ കാരണം, ഓരോ പ്രവൃത്തി കാണുമ്പോഴും, ഓരോ വിഭാഗങ്ങൾ തിരിഞ്ഞ് ഓരോ പള്ളിയിൽ കയറി തല്ലുമ്പോഴും, യാക്കോബ് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തല്ലുമ്പോഴും, സുന്നിയിൽ തന്നെ രണ്ട് പ്രബല വിഭാഗങ്ങൾ തല്ലുമ്പോഴും, മുജാഹിദ് തന്നെ രണ്ടും മൂന്നുമായി പിളർന്നു പോകുമ്പോഴും, ജിന്നുള്ള മുജാഹിദിനും ഇല്ലാത്ത മുജാഹിദും, എറണാകുളം മുജാഹിദും കോഴിക്കോട് മുജാഹിദും ഒക്കെയും മാറുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട്. സീറോ മലബാർ സഭയിൽ ഈ അടിപിടി, കുർബാന അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്ന ചാനൽ ചർച്ചകൾ കാണുമ്പോൾ ഞാൻ എന്നേക്കാളും പ്രഗത്ഭനായ ഏതൊക്കെയോ ആളുകൾ പഴയ ടൂൾ കിറ്റുകൾ നടപ്പിലാക്കുന്നു. ആ ടൂൾ കിറ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളൊക്കെ ഇങ്ങനെ അകന്നകന്ന് പോവുക. പക്ഷെ അവരാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവരോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് കിട്ടുന്ന വേദികളിലൊക്കെ ഈ ഏകതയുടെ നമ്മൾ ഒന്നിച്ചിരിക്കേണ്ടതല്ല. ഇരുന്നാൽ തന്നെ മതി, നമുക്കൊന്നും ചെറുപ്പം ഒന്നിച്ചിരിക്കാൻ കഴിയില്ല. നമ്മൾ അടുത്തിരിക്കുന്ന ആളെ നോക്കും. നമുക്ക് പറ്റുന്ന വേറെ നാളെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളടുത്ത് നമ്മൾ ഇരിക്കുള്ളൂ. ഈ മനുഷ്യന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നിപ്പോൾ ഞാൻ അറിഞ്ഞു വന്ന ഇവിടെ അടുത്തിരിക്കുമോ? ഞാൻ തന്നെ ക്യാൻസലാക്കിയിട്ട് പോകും. അപ്പോൾ ഒരു മൗലവിയും ഒരു പള്ളിയിലച്ഛനും ഒരു സ്വാമിയൊക്കെ ഒരേ വേദിയിൽ ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞ ഒരു കാലത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കാലം ഞാനിങ്ങനെ ഇതൊക്കെ പഠിച്ചിങ്ങനെ മുന്നേറുമ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. അപ്പോഴേക്കും ഞാനൊരു ഗുരുവഴിയിലേക്കൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ സന്യാസിയൊക്കെ ആകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഗുരുവായി കാണുന്ന ഒരു മഹാത്മാവ് എന്നോട് പറഞ്ഞു, 45 വയസ്സ് വരെ മിണ്ടിപ്പോകരുത്, അധികപ്രസംഗമൊന്നും ചെയ്യരുത്. 45 വയസ്സ് കഴിയാതെ ഒരു വേദിയിലും പോയി ഒരു അധികപ്രസംഗത്തിനും നിൽക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയിട്ടത് ഒരു 42 ശേഷമാണ് കാണാൻ തുടങ്ങിയത്. അതുവരെ എന്തെല്ലാം അറിഞ്ഞാലും ഒന്നും മിണ്ടാതെ എല്ലാ വേദികളുടെയും പുറകിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുക എന്നല്ലാതെ ഒരു വേദിയിലും ഞാൻ കയറി വന്നിട്ടില്ല. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് 9 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ തുടക്കം തന്നെ, ആദ്യത്തെ യൂട്യൂബ്, അന്ന് മുതൽ ഇന്ന് വരെ ഒരു യൂട്യൂബ് ചാനലും ഞാൻ നടത്തുന്നില്ല കേട്ടോ. ഒരു സോഷ്യൽ മീഡിയയും ഞാൻ നടത്തുന്നില്ല. അതിന് ഒരു റുപ്യ പോയിട്ട് 1/2 പൈസ മുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട് താൻ. അതെങ്ങനെ ഉണ്ടാകും? ആരൊക്കെയോ പ്രചരിപ്പിക്കും. ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു 42ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ നാടിന് ഞാൻ നിന്ന ആശ്രമവുമായി ബന്ധപ്പെട്ടൊരു സംഭവം നടന്നു. അവിടെ അതിൻ്റെ ബ്രാഞ്ചിൽപ്പെട്ട ഒരു സ്വാമിയുടെ ആശ്രമത്തിലേക്ക് കുറച്ച് മുസ്ലിം പ്രവർത്തകർ അവരുടെ പള്ളി ഉദ്ഘാടനവുമായി ക്ഷണിക്കാൻ ചെന്നു. അവർ പറഞ്ഞു, സ്വാമി നിങ്ങൾ പള്ളീൻ്റെ ഉദ്ഘാടനമാണെങ്കിൽ വരണം, ഞങ്ങളോടൊപ്പം ഒന്ന് വർത്താനം പറയണം, ഞങ്ങളോടൊപ്പം ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കണം. സ്വാമി ഒന്നും നടക്കൂല, അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങളെ കാര്യം നോക്കിയാൽ പോലെ ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങളെ കൂടെ കൂടിയെന്ന് പറഞ്ഞ് നാളെ പറയണത്തിന് മതം മാറ്റാനല്ലേ? പരിപാടി നടക്കൂല. മേലാളിയും പ്രശ്നമാക്കരുത്, ഇങ്ങോട്ട് വരരുത്, എന്നിട്ട് നിങ്ങളെ വഴി നമുക്ക്, നിങ്ങളെ വഴി ലക്കും നിനക്കും വലിയ അങ്ങോട്ട് നിൽക്കണയാണ് നല്ലത് എന്ന് മലയാളത്തിൽ പറഞ്ഞു. എൻ്റെ അറബിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അതിനെ അവിടുന്ന് ഓടിച്ചു. ഇങ്ങനെ പല സ്ഥലത്തും ഇത്തരം സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുകയും ഭയപ്പെടുകയാണൊക്കെ ഉണ്ടായത്. അപ്പം എൻ്റെ ഗുരു വന്നിട്ട് ചോദിച്ചു, ഗുരു എന്നെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, നിനക്ക് 45 വരെ കാത്തു നിൽക്കണ്ട, ഇപ്പം 42 അല്ല, ഈ 42 ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിക്കോ. കാരണം ഒരാൾ നമ്മളെ തേടി നമ്മുടെ ആശ്രമത്തിൽ വന്ന് ഞങ്ങളുടെ പള്ളി ഉദ്ഘാടനത്തിന് വരാമോ, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഉദ്ഘാടനത്തിന് വരാമോ എന്ന് പറഞ്ഞാൽ സധൈര്യം എന്ത് വരാമെന്നും അവിടെ ചെന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ നമ്മുടെ ഇടയിൽ ആരുമില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, നീ പോയി തുടങ്ങണം. അങ്ങനെയാണ് അടുത്ത പ്രാവശ്യം ഇതേപോലൊരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു. ഞാൻ പോയി തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഒരുവിധം എല്ലാ ദിവസങ്ങളും ഇത്തരമുള്ള പ്രവർത്തനങ്ങളായി പോകുന്നു. എന്നാൽ ഇതൊന്നും മോണിറ്റൈസേഷനും ഇതൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനോ അതിൽ നിന്ന് 1 രൂപ പങ്കിട്ടെടുക്കാൻ ഒരു നാരങ്ങ വെള്ളം പോലും എൻ്റെ പേരിൽ നിന്ന് വരെ കുടിച്ചിട്ടില്ല. ഇതുവരെയും കണക്ക് പറഞ്ഞ ഒരു വേദിയിലും പ്രസംഗിച്ചിട്ടില്ല. വണ്ടിക്കൂലി തന്നാൽ വാങ്ങും, തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് എഴുതിയിട്ട് തരാതെ കണ്ടോ പ്രസിഡന്റ്. കാരണം വണ്ടിയൊക്കെ വലിയ വണ്ടിയാക്കിയിട്ടുണ്ടേ, പണ്ടത്തെ മൈലേജൊന്നും അല്ലപ്പോൾ. തമാശ പറയുകയാണ്.
നിലമ്പൂരിൽ നിന്ന് കാസർഗോഡ് വരെ പോയി 200 രൂപ കവറിൽ വാങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ രസം എന്താ വെച്ചാൽ വീട്ടിൽ ചെന്നത് പൊട്ടിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഇടയ്ക്ക് തിരിച്ചു വരാനുള്ളൊരു ടെംപ്റ്റേഷൻ വന്നാലോ. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കരുവാര കൊണ്ട് ചെന്നിട്ട് നിങ്ങളെ കവർ പൊട്ടിക്കുകയുള്ളൂ. ഞാനല്ല, അവിടെ ഒരാളുണ്ട്, എൻ്റെ ശിഷ്യന്, ഓനാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നുള്ളത് അവൻ്റെ കയ്യിൽ കൊടുക്കും. നിങ്ങൾ എത്ര തന്നെന്ന് ഞാൻ അറിയില്ല, അത് എഴുതി പുറത്തും വേണ്ട കേട്ടോ. അതാണ് പറയുന്നത്. ഈ സ്വാമി അറിയില്ലല്ലോ ഏതായാലും എന്ന് കരുതിയിട്ട് ഉള്ളതുള്ളത് പോലെ പറയുകയാണ്. നമ്മളൊന്നും ഒന്നിച്ചിരിക്കുന്നതോ ഇത്തരം സൗഹാർദ്ദങ്ങൾ പങ്കിടുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളുടെ ആളുകളാണ് കേരളത്തിലുള്ളത്. തുറവൂർ അതിൽ നിന്ന് ഈ തുറയൂർ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മാതൃകയിലേക്കാണ് കേരളം നാളെ വരേണ്ടത്. ഒരു തരത്തിൽ 4500 ആളുകൾ ഓണസദ്യ ഉണ്ണാൻ കിട്ടുക എന്നാൽ ഭയങ്കര കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് പങ്കെടുക്കരുതെന്നും ക്രിസ്മസിന് കേക്ക് മുറിക്കിനോടത്ത് പോകരുതെന്നും പെരുന്നാൾ കുറിച്ച നോമ്പ് തുറക്ക് പോകരുതെന്നൊക്കെ മതങ്ങൾ തിരിഞ്ഞ് അവരുടെ നേതൃത്വങ്ങൾ പ്രസംഗിക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ഭേദവും ഇല്ലാതെ ഭക്ഷണത്തിന് ജാതിഭേദവും വ്യത്യാസങ്ങളും ഇല്ല എന്ന് അറിയിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പാത്രപ്പോഴോടെ തന്നെ കിടക്കുന്നു. നിങ്ങളിവിടെ വന്ന് 4500ഓളം ആളുകൾ ഭക്ഷണം കഴിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്കൊക്കെ വലിയ സന്തോഷം. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞോ എന്ന് മാത്രം. ഏതായാലും ലൈവ് പോകാത്തതുകൊണ്ടൊക്കെ ഞാൻ കുറച്ചു കാലം കൂടിയൊക്കെ എങ്ങനെ പോകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുക. എല്ലാ അർത്ഥത്തിലും ഇത് നമ്മിൽ നിന്നൊരു നല്ല കാര്യമായി ദൈവം സ്വീകരിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇബ്രാഹിം നബിയും കൂട്ടരും കഅബ ദേവാലയം പുതുക്കിപ്പണിയാന്നൊക്കെ പറഞ്ഞ വലിയ കൊട്ടാര വലിയ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആക്കിയെന്നൊന്നുമല്ല. അന്നത്തെ അവിടെ ഉൽക്കകൾ പതിക്കുമായിരുന്നു. ഈ ഉൽക്കകൾ പതിച്ച മരുഭൂമിയിൽ അവിടെയും ഇവിടെയും കൂടിക്കിടക്കുന്ന ആ കല്ലുകൾ, അതേ കല്ലുള്ളൂ, അല്ലാണ്ട് മരുഭൂമിയിൽ വേറെ കല്ലൊന്നുമില്ല സൗദി അറേബ്യയുടെ ആ ഏരിയയിൽ. ഇത്തരം ഉൽക്കകൾ വർഷിച്ചുണ്ടായ അനേക കല്ലുകൾ കൂട്ടിവെച്ച് അതിനൊരു അടയാളപ്പെടുത്തലുകൾ മാത്രം നടത്തിയിട്ട് അവർ പറഞ്ഞു, ഇവിടെയാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവിടുത്തെ ഈ പ്രാധാന്യം മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളിതാ ഒരു കൽക്കൂമ്പാരം പോലെ ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രവൃത്തി ചെയ്തിട്ട് അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ദൈവമേ, ഇത് ഞങ്ങളിൽ നിന്നൊരു സ്വാലിഹായുള്ള അമലായിട്ട്, നേരത്തെ പറഞ്ഞ സ്വാലിഹായുള്ള അമലായിട്ട് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ പ്രാർത്ഥനയാണ് ഇവിടുത്തെ ഓരോ ഋഷീശ്വരന്മാരും ഇവിടെ ചെയ്തത്. ഇത് ഞങ്ങളിൽ നിന്ന് ലോക നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ നന്മകൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾക്ക് ശാന്തി തരണമേ എന്ന എല്ലാ ഋഷിമാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ക്രിസ്തീയ മിസ്റ്റിക്കുകളും പ്രാർത്ഥിച്ചിട്ടുള്ളത് ശാന്തിയുടെ ഉപകരണമാക്കി എന്നെ മാറ്റണേ എന്നാണ്. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രവൃത്തികൾ നല്ല രീതിയിൽ എണ്ണപ്പെടണേ ഇഹത്തിലും പരത്തിലും എന്നുള്ളത്. അതുകൊണ്ട് ആ ഖുർആനിലെ പ്രാർത്ഥനയോടൊപ്പം ഞാനും നിങ്ങൾക്ക് വേണ്ടി ആശംസകൾ നേരുകയാണ്. നമ്മിൽ നിന്ന് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഇഹത്തിലും പരത്തിലും ദൈവത്തിന് സ്വീകാര്യമായവയാണ്. ആ സ്വീകാര്യമായത് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ഇഹത്തിലും പരത്തിലും ദൈവം തരട്ടെ.